Hi friends, Pinnacle Academy Day Maturu Adhyayithilekku evarkum swagatham. നമ്മൾ ഫോക്കസ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ലെക്ചറാണ് നമ്മളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ എന്ന് പറയുന്നത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്ന ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിനകത്ത് ഫോക്കസ് പോയിന്റ് എന്തൊക്കെ കാര്യങ്ങളാണ് പഠിക്കേണ്ടത് എന്നാണ് നമ്മൾ ആദ്യമായി ഡിസ്കസ് ചെയ്യുന്നത്. അതിന് മുന്നോടിയായിട്ട് നമ്മൾ ഫോക്കസ് പോയിന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മളൊരു ക്ലാസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. അതിനകത്ത് ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ് എന്നീ സബ്ജക്റ്റുകൾക്ക് 1000 രൂപയാണ് നമ്മൾ ഫീ പറഞ്ഞിരിക്കുന്നത്. വളരെ തുച്ഛമായ വളരെ കുറഞ്ഞ റേറ്റിലാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. നമ്മൾ ക്ലാസ്സുകൾ പ്രീ റെക്കോർഡ് വീഡിയോ ആയിട്ടായിരിക്കും നമ്മൾ ക്ലാസ് കൊടുക്കുന്നത്. ക്ലാസ് കൊടുത്തതിന് ശേഷം നമ്മൾ മോഡൽ എക്സാമിന് ശേഷം നമ്മൾ ലൈവ് സെക്ഷൻ വരുന്നതായിരിക്കും. ലൈവ് സെക്ഷനകത്ത് നമ്മൾ കുട്ടികൾക്ക് വേണ്ട, അതായത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള കുറേ ക്വസ്റ്റ്യൻസും കാര്യങ്ങളൊക്കെ വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഈ താഴെ കൂടെ പോകുന്ന നമ്പറിൽ എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നമ്മുടെ സെക്ഷനിലോട്ട് കിടക്കാം. നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് ഫോക്കസ് പോയിന്റിനകത്ത് എന്തൊക്കെയാണ് പഠിക്കേണ്ടത്. അതായത് ഇലക്ട്രോമാഗ്നറ്റിക് വേവിനകത്ത് നമുക്ക് അറിയാം, ഈ ചാപ്റ്ററിൽ നിന്നും 2 മാർക്കിനാണ് ക്വസ്റ്റ്യൻ വരുന്നത്. 2 മാർക്കിന് ഫോക്കസ് പോയിന്റിൽ നിന്നും അതുപോലെ തന്നെ 2 മാർക്കിന് നോൺ ഫോക്കസ് പോയിന്റിൽ നിന്നും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ചാപ്റ്ററാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ മുഴുവൻ പഠിച്ചുകൊണ്ട് പോയാൽ നിങ്ങൾക്ക് 4 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ ചെയ്യാൻ പറ്റും. ഫോക്കസ് പോയിന്റ് മാത്രം പഠിച്ചിട്ട് പോയാൽ നിങ്ങൾക്ക് 2 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, സ്ക്വയർ ചെയ്യാൻ പറ്റും. ഇതിൽ 2 ടോപ്പിക്ക് മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ഡിസ്പ്ലേസ്മെന്റ് കറണ്ടും അതുപോലെ തന്നെ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സ്, ആ വേവ്സിന്റെ പ്രോപ്പർട്ടീസും മാത്രം പഠിച്ചാൽ മതി. HSLIവിനകത്ത് ഉള്ളൊരു നോട്ടിനകത്ത് അവർ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രവും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം പഠിക്കാൻ നമ്മുടെ ഫോക്കസ് പോയിന്റിൽ പറയുന്നില്ല. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് അതിൻ്റെ പ്രോപ്പർട്ടിയും പഠിക്കാനേ പറയുന്നുള്ളൂ. ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിൻ്റെ അറേഞ്ച്മെൻറ്റ്, അതായത് ഫ്രീക്വൻസിയുടെ ഓർഡറിൽ അറേഞ്ച് ചെയ്യുന്നതിന് നമ്മൾ ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത്. സ്പെക്ട്രത്തെക്കുറിച്ച് എവിടെ പറയുന്നില്ല, ഫോക്കസ് പോയിന്റിൽ അങ്ങനെ വലുതായിട്ട് പറയുന്നില്ല. ജസ്റ്റ് നിങ്ങൾക്കും വേണ്ടി ഞാൻ എന്ത് ചെയ്യാം, ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം ജസ്റ്റ് എന്ത് ചെയ്യാം ഒന്ന് പറഞ്ഞുതരാം. അത് നമ്മുടെ ഫോക്കസ് പോയിന്റ് ഇല്ലാത്ത ഒരു സംഗതിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ടോപ്പിക്കായി ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിലോട്ട് പോകാം. അതിന് മുന്നോടിയായിട്ട് എന്താണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് അറിഞ്ഞിരിക്കണം. നമ്മുടെ മൊബൈൽ ഫോൺ നമ്മൾ ഉപയോഗിക്കുന്നില്ലേ, നമ്മുടെ മൊബൈൽ ഫോണിനകത്ത് നമുക്ക് വളരെ ദൂരെ ഇരിക്കുന്ന ആൾക്കാർ സംസാരിക്കുന്ന ശബ്ദം, അല്ലെങ്കിൽ അവരെ നമുക്ക് കണ്ടുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റും, സംസാരിക്കാൻ പറ്റും. ഈ എങ്ങനെയാണ് ഇത് സാധ്യമാവുന്നത്? ഈ പിക്ചറും ഈ ഓഡിയോയും ഈ വീഡിയോ ഒക്കെ എങ്ങനെയാണ് അത്രയും ദൂരത്ത് നമ്മുടെ ഫോണിലെത്തുന്നത്? അത് എങ്ങനെയാണ് നമുക്ക് പറയാം. ടവറിൽ നിന്നും നമുക്ക് റേഞ്ച് വരില്ല. ടവറിൽ നിന്നും സിഗ്നൽ വരികയും ആ സിഗ്നൽ നമ്മുടെ ഫോൺ ക്യാച്ച് ചെയ്യുകയും ആ സിഗ്നലിനെ ഡീകോഡ് ചെയ്താണ് നമുക്ക് ഈ വീഡിയോനെയും ഓഡിയോനെയും കാണാൻ പറ്റുന്നത്. ഈ ടവറിൽ നിന്ന് വരുന്ന സിഗ്നൽ എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം എന്താണ്, ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫോമിലാണ് വരുന്നത്. മൈക്രോവേവായ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന്റെ ഫോമിലാണ് ആ സിഗ്നൽ നമ്മുടെ ഫോണിലോട്ട് വരുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് ഉണ്ടാക്കിയത്? നമുക്ക് ആദ്യമായി എന്താണ് ഒരു ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയാം. ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് വെച്ചാൽ നമുക്ക് കഴിഞ്ഞ വർഷം നമുക്ക് വേവ്സിനെ കുറിച്ച് അറിയാം. നമ്മളവിടെ പഠിച്ച മെക്കാനിക്കൽ വേവാണ്. മെക്കാനിക്കൽ വേവിനെ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. വേവ് എന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു എനർജിയാണ്, അല്ലെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ആണ്. ഇതൊരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലോട്ട് എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്യും. അതിനാണ് വേവിൻ്റെ പ്രൊപ്പഗേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു കുളത്തിൽ കല്ലിട്ട് കഴിഞ്ഞാൽ ആ കല്ലിൻ്റെ എഫക്റ്റ് കുളത്തിൻ്റെ കരയിൽ കിട്ടും. എങ്ങനെയാണ് കരയിൽ കിട്ടുന്നത്? അത് വേവിലൂടെ, അല്ലെങ്കിൽ ആ ഡിസ്റ്റർബൻസ് ഓരോ വാട്ടർ മോളിക്യൂളിലൂടെ എന്ത് ചെയ്യും, ട്രാൻസ്ഫർ ചെയ്ത് പോയി കരയിലെത്തുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അവിടെ എനർജിയുടെ എന്താണ്, ട്രാൻസ്ഫറിങ് ആണ്. ആ ഒരു എനർജി ട്രാൻസ്ഫറിങ്ങിനാണ് നമ്മൾ വേവ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഒരു എനർജി ഒരു പോയിന്റിൽ നിന്നും മറ്റൊരു പോയിന്റിലൂടെ ട്രാൻസ്ഫർ ചെയ്യുക, അതിനെയാണ് നമ്മൾ ഇത് വിളിക്കുന്നത്, വേവ് എന്ന് വിളിക്കുന്നത്. നമ്മളവിടെ പഠിച്ച മെക്കാനിക്കൽ വേവിനെ കുറിച്ചാണ് പഠിച്ചത്. അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യുന്നതിന് ഒരു മീഡിയത്തിൻ്റെ ആവശ്യമുണ്ട്. പക്ഷേ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് EMW, ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിന് എന്തിൻ്റെ ആവശ്യമില്ല, വേവിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. അവിടെ എനർജി ട്രാൻസ്ഫർ ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യമില്ല. ഇവിടെ എനർജി ആരാണ് ക്യാരി ചെയ്യുന്നത്? ഇവിടെ എനർജി ക്യാരി ചെയ്യുന്നത് നമുക്കറിയാം ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡുമാണ്. ഈ ഇലക്ട്രിക് ഫീൽഡിൻ്റെയും മാഗ്നറ്റിക് ഫീൽഡിൻ്റെയും ഡിസ്റ്റർബൻസ് ആണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ആയിട്ട് പ്രൊപ്പഗേറ്റ് ചെയ്യുന്നത്. അപ്പോൾ എവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും ഉണ്ടോ അവിടെ ഒരു പുതിയ സംഗതി ഉണ്ടാവും. അതാണ് ഇലക്ട്രോമാഗ്നറ്റിക് വേവ് എന്ന് പറയുന്നത്. അപ്പോൾ ഇലക്ട്രോമാഗ്നറ്റിക് വേവ് ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും മൂലം ഉണ്ടാകുന്നതാണ്. അതിന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ ഒരു മീഡിയത്തിൻ്റെ ആവശ്യം ഇല്ല. അപ്പോൾ ഈ ഇലക്ട്രോമാഗ്നറ്റിക് വേവിനെ കുറിച്ച് ആദ്യമായി പറഞ്ഞ സയൻറ്റിസ്റ്റാണ് മാക്സ്വെൽ എന്ന് പറയുന്ന വളരെ പ്രശസ്തമായ ഒരു സയൻറ്റിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ 4 ഇക്വേഷൻ ഉണ്ട്. മാക്സ്വെൽസ് ഇക്വേഷൻ എന്നാണ് അതിനെ അറിയപ്പെടുന്നത്. അത് നമുക്ക് അടുത്ത സെക്ഷനിൽ ഇലക്ട്രോമാഗ്നറ്റിക് വേവിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് ഫസ്റ്റ് ഇവിടെ ഡിസ്കസ് ചെയ്യാനുള്ളത് എന്താണ്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ്. ഓക്കെ, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നമ്മളൊരു കപ്പാസിറ്റർ പ്ലേറ്റിനെ കൺസിഡർ ചെയ്യുകയാണ്. ഒരു
കപ്പാസിറ്റർ പ്ലേറ്റ് എന്ത് ചെയ്യുന്നു? കൺസിഡർ ചെയ്യുന്നു. ഈ കപ്പാസിറ്റർ പ്ലേറ്റിലോട്ട് ഒരു AC ആൾട്ടർനേറ്റിംഗ് കറണ്ട് നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് ഞാനൊരു 1-2 പോയിന്റ് എടുക്കുകയാണ്. ഫസ്റ്റ്, സെക്കൻഡ് ആൻഡ് തേർഡ്, ഈ 3 റീജിയൻ എടുത്തു. ഓക്കെ, ഞാൻ അസ്യൂം ചെയ്യുന്നു ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ട് നമുക്ക് എന്ത് വിളിക്കാം? I എന്ന് വിളിക്കാം. അത് മാറിക്കൊണ്ടിരിക്കും, കാരണം ആൾട്ടർനേറ്റിംഗ് കറണ്ടാണ്, മാറിക്കൊണ്ടിരിക്കും അല്ലേ? അപ്പോൾ ഞാൻ ഈ ഫസ്റ്റ് പോയിന്റിൽ ഒരു മാഗ്നറ്റിക് നീഡിൽ കൊണ്ട് വെച്ചു. അപ്പോൾ മാഗ്നറ്റിക് നീഡിൽ എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്യുന്നതായിട്ട് എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി? കാണാൻ സാധിച്ചു. സെക്കൻഡ് പോയിന്റിലും ഞാൻ എന്തിനെ കൊണ്ട് വെച്ചു? സെക്കൻഡ് പോയിന്റിലും ഇത് കറണ്ടാണ് കേട്ടോ. സെക്കൻഡ് പോയിന്റിലും ഞാൻ ഈ മാഗ്നറ്റിക് നീഡിലെ കൊണ്ട് വെച്ചു. അത് അവിടെയും ഡിഫ്ലക്ട് ചെയ്തു. മൂന്നാമത്തെ ഈ കപ്പാസിറ്റർ പ്ലേറ്റിന് നടുക്കും ഈ മാഗ്നറ്റിക് നീഡിലെ കൊണ്ട് വെച്ചു. അപ്പോഴും അത് എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്തു. അതിൻ്റെ അർത്ഥം ഒന്നാമത്തെ റീജിയനിലും രണ്ടാമത്തെ റീജിയനിലും മൂന്നാമത്തെ റീജിയനിലും എന്തുണ്ട്? ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്നാണ് എൻ്റെ അർത്ഥം. ഓക്കെ, നമുക്ക് ഇത് ആംബീരിയൻ സർക്യൂട്ട് തിയറി ഉപയോഗിച്ച് കണ്ടുപിടിക്കാം. നമുക്ക് ഒന്നാമത്തെ പോയിന്റിൽ ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്യാം. ഇവിടുത്തെ മാഗ്നറ്റിക് ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു കറണ്ട് ക്യാരി ചെയ്യുന്ന കണ്ടക്ടറിൽ ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിന്റെ ഇക്വേഷൻ μ0 I ഡിവൈഡ് ബൈ എന്താണ്? 2πr ആണ്. r എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്, ഈ പോയിന്റിലോട്ടുള്ള ഡിസ്റ്റൻസ് ആണ്. അങ്ങനെ നമുക്ക് ഫസ്റ്റ് പോയിന്റിലെ മാഗ്നറ്റിക് ഫീൽഡ് കിട്ടി. സെക്കൻഡ് പോയിന്റിൽ നമുക്ക് അതുപോലെ എന്ത് കണ്ടുപിടിക്കാം? മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കാം. അവിടെ എന്ത് കിട്ടും? μ0 I ഡിവൈഡഡ് ബൈ 2πr. ഇനിയാണ് കളി നടക്കാൻ പോകുന്നത്. തേർഡ് പോയിന്റിൽ ഞാൻ അങ്ങനെ ഒരു ആംബീരിയൻ ലൂപ്പ് കൺസിഡർ ചെയ്താൽ, തേർഡ് പോയിന്റിൽ ഞാൻ അങ്ങനെ ഒരു ആംബീരിയൻ ലൂപ്പ് എടുത്തു കഴിഞ്ഞാൽ അവിടെ കറണ്ട് ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് എന്ത് കിട്ടും? ദ ലൈൻ ഇന്റഗ്രൽ B.dl, ഇതാണ് ആംബീരിയൻ സർക്യൂട്ട് തിയറം, ഇസ് ഈക്വൽ ടു μ0 × I ആണല്ലേ? μ0 × I. തേർഡ് പോയിന്റിൽ ഞാൻ ഇക്വേഷൻ എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കണ്ണും പൂട്ടി പറയാം I ഈക്വൽ ടു എന്താണ്? 0 ആണ്. എങ്കിൽ അവിടെ ഈ മാഗ്നറ്റിക് ഫീൽഡ് എന്താകണം? 0 ആകണം. പക്ഷേ അവിടെ മാഗ്നറ്റിക് ഫീൽഡ് 0 ആകുന്നില്ല. ആംബീരിയൻ സർക്യൂട്ട് തിയറം നമ്മൾ അവിടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്ത് കിട്ടും? മാഗ്നറ്റിക് ഫീൽഡ് 0 കിട്ടേണ്ടതാണ്. പക്ഷേ എക്സ്പെരിമെന്റലായിട്ട് പ്രാക്ടിക്കലായിട്ട് നമ്മൾ നോക്കിയപ്പോൾ നമ്മൾ ഇവിടെ ഒരു കോമ്പസ് നീഡിലെ കൊണ്ട് വെച്ചപ്പോൾ ആ കോമ്പസ് നീഡിൽ എന്ത് ചെയ്തു? ഡിഫ്ലക്ട് ചെയ്തു. എങ്കിൽ അവിടെ ഒരു മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. കുറേ കാലം ഇതൊരു ചോദ്യചിഹ്നമായി സയന്റിസ്റ്റുകളുടെ മുന്നിൽ ഇതെന്തായിട്ട് നിന്നു? ഒരു ചോദ്യചിഹ്നമായി നിന്നു. എവിടെ നിന്ന് വന്നു ഈ മാഗ്നറ്റിക് ഫീൽഡ്? കാരണം നമുക്കറിയാം കറണ്ടാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? മാഗ്നറ്റിക് ഫീൽഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ എന്തില്ല? ഇതൊരു വാക്കം ആയതുകൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ ഒരു ഫ്രീ സ്പേസ് ആയതുകൊണ്ട് തന്നെ ഇവിടെ കറണ്ട് കടന്നു പോകാൻ ഒരു നിവൃത്തിയില്ല. ഇവിടെ ഒരു വയർ വെച്ച് തന്നെ കണക്ട് ചെയ്യുവാണെങ്കിൽ ഒക്കെ നമുക്ക് അവിടെ കണ്ടക്ഷൻ ഉണ്ട്. പക്ഷെ ഇവിടെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തില്ല? ഇവിടെ കൂടെ ഒരു കറണ്ട് ഫ്ലോ ഇല്ല. പക്ഷേ അവിടെ എന്തുണ്ട്? മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. അപ്പോൾ ആംബീരിയൻ സർക്യൂട്ട് തിയറം തെറ്റല്ലേ എന്ന് ഒരു ചോദ്യചിഹ്നം അവിടെ ഉണ്ടായി. പക്ഷെ ബാക്കിയുള്ള എല്ലാ കേസിലും നമ്മൾ ഡിറൈവ് ചെയ്തതാണല്ലേ ഒരു കറണ്ട്, സ്ട്രേറ്റ് കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഒരു സോളിനോട് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഒരു ടൊറോയിഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന മാഗ്നറ്റിക് ഫീൽഡ്, ഇതൊക്കെ കണ്ടുപിടിച്ചത് ബൈ യൂസിങ് ആംബീരിയൻ സർക്യൂട്ട് തിയറമാണ്. അപ്പോൾ ഈ ആംബീരിയൻ സർക്യൂട്ട് തിയറം ശരിയാണോ? അങ്ങനെ സയന്റിസ്റ്റുകളുടെ ഒരു ചോദ്യചിഹ്നമായിരുന്നു. അങ്ങനെ ഒരു ഇൻകൺസിസ്റ്റൻസി വന്നപ്പോഴാണ് മാക്സ്വെൽ എന്ന് പറയുന്ന സയന്റിസ്റ്റ് ഇദ്ദേഹത്തിന്റെ ഇക്വേഷന് ഒരു മോഡിഫിക്കേഷൻ കൊണ്ടുവന്നു. മാക്സ്വെൽ പറഞ്ഞ ഇത്രയേ ഉള്ളൂ, ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. എവിടെയാണ്? ഈ ഫ്രീ സ്പേസിൽ ഒരു കറണ്ട് ഉണ്ട്. അത് നിങ്ങൾ കരുതുന്ന പോലത്തെ കറണ്ട് അല്ല. അദ്ദേഹം പറഞ്ഞു ഒരു കണ്ടക്ടറിനകത്തൂടെ പാസ് ചെയ്യുന്ന കറണ്ടിനെ കണ്ടക്ഷൻ കറണ്ട് എന്നാണ് വിളിക്കുന്നത്. ഒരു കണ്ടക്ടറിനകത്തൂടെ പാസ് ചെയ്ത് പോകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? കണ്ടക്ഷൻ കറണ്ട് ആണ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലത്തെ ഒരു കണ്ടക്ഷൻ കറണ്ട് അല്ല ഇവിടെ ഉള്ളത്. പക്ഷെ ഇവിടെ കറണ്ട് ഉണ്ട്. ആ കറണ്ടിന് അദ്ദേഹം ഒരു പേരും വിളിച്ചു. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇനി ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കുറിച്ച് അദ്ദേഹം എക്സ്പ്ലെയിൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമുക്കും ആ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കുറിച്ച് എന്ത് ചെയ്യാം? എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഒരു കറണ്ട് ഉണ്ട്. ആ കറണ്ടിന് അദ്ദേഹം ഒരു പേര് വിളിച്ചു. എന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ആ കറണ്ടിനെ ഇനി അദ്ദേഹം എന്ത് ചെയ്യാൻ പോവാണ്? എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവാണ്. നമുക്കറിയാം നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് എന്താണ്? ഒരു AC ആണ് കൊടുത്തിരിക്കുന്നത്. ഒരു AC കൊടുക്കാൻ നേരത്ത് നമുക്കറിയാം ഇവിടെ ഒരു പോസിറ്റീവ് വന്നാൽ ഇവിടെ എന്ത് വരും? നെഗറ്റീവ് വരും. ഇതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും അല്ലേ? AC അല്ലേ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും അല്ലേ? ഇവിടെ എന്തുണ്ടാകും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാകും. ഇവിടെ എന്തുണ്ടാകും? ഒരു ഇലക്ട്രിക് ഫീൽഡ് ജനറേറ്റ് ചെയ്യും. ഈ ഇലക്ട്രിക് ഫീൽഡിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ്. ടൈമിനനുസരിച്ച് ഇലക്ട്രിക് ഫീൽഡ് മാറിക്കൊണ്ടിരിക്കുകയാണ്. മാക്സ്വെൽ ഇത്രേ പറഞ്ഞോളൂ, ഈ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ എന്തിനെ ഉണ്ടാക്കിയത്? മാഗ്നറ്റിക് ഫീൽഡിനെ ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞു ഈ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലമാണ് ഇവിടെ ഒരു പുതിയ കറണ്ട് ഉണ്ടായി. ആ കറണ്ടിന്റെ അദ്ദേഹം പേര് വിളിച്ചു ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. നമ്മൾ കാണുന്ന സാധാരണ കറണ്ട് അല്ല ഈ കറണ്ട്.
ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന ഒരു പുതിയ തരം നമ്മളുടെ ചിന്തകൾക്കും അപ്പുറമുള്ള ഒരു കറണ്ട് ആണ് എന്തെന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് പേര് വിളിച്ചു, എന്താണ് ഡിസ്പ്ലേസ്മെന്റ്. എങ്ങനെ ഉണ്ടായി? അവിടെ ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലം ഉണ്ടായ ആ കറണ്ടാണ് എന്ത് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. ചുമ്മാ പറഞ്ഞാൽ മാത്രം പോരല്ലോ, പ്രൂവ് ചെയ്യണ്ടേ അങ്ങനെ അവിടെ ഒരു കറണ്ട് ഉണ്ടെന്ന്. അതിന് അദ്ദേഹം എന്ത് ചെയ്തു? വളരെ സിമ്പിളാണ്. നമുക്കറിയാം ഒരു കപ്പാസിറ്റർ പ്ലേറ്റ് ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിന്റെ ചെറിയൊരു ഡെറിവേഷനാണ്. മിക്ക കുട്ടികൾക്കും ഇതൊരു മനസ്സിലാക്കാൻ പ്രയാസമുള്ള ഒരു ഡെറിവേഷൻ കൂടിയാണ്. നമുക്ക് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ്, ഈ പ്ലേറ്റിനടക്കുള്ള ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു നമുക്കറിയാം സിഗ്മ ബൈ എന്താണ് എപ്സിലോൺ 0 ആണ്. നമ്മൾ ഓൾറെഡി ഈ സാധനം ഡിറൈവ് ചെയ്തതാണ് രണ്ടാമത്തെ ചാപ്റ്ററിനകത്ത് അല്ലേ. രണ്ട് കപ്പാസിറ്റർ പ്ലേറ്റിനടക്കം ഉണ്ടാകുന്ന ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സിഗ്മ ബൈ എന്താണ് എപ്സിലോൺ 0 ആണ്. ഓക്കെ, ഇനി ചെറിയ മാറ്റങ്ങൾ വരുത്തുക. എന്താണ് സിഗ്മ? സിഗ്മ എന്ന് വെച്ചാൽ ചാർജ് പെർ യൂണിറ്റ് ഏരിയ ആണ്. ഇട്ടുകൊടുത്തേ. ദെൻ E ഈസ് ഈക്വൽ ടു Q ബൈ A എപ്സിലോൺ 0 ആണ്. ഇനി എന്താണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത്? ഇലക്ട്രിക് ഫീൽഡ് എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഫ്ലക്സ് ഫൈ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ E ഡോട്ട് എന്താണ് DS, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം E A കോസ് തീറ്റ. ഇവിടെ തീറ്റ എന്താണ് 0 ആയതുകൊണ്ട് നമുക്ക് ഇവിടെ കാരണം ഏരിയ വെക്ടറിനും ഇലക്ട്രിക് ഫീൽഡ് വെക്ടറിനും ഇടയ്ക്കുള്ള ആംഗിൾ ആണെന്ന് പറയുന്നത് തീറ്റ എന്ന് പറയുന്നത്. അപ്പോൾ തീറ്റ അവിടെ എന്തായിരിക്കും? 0 ആയിരിക്കും. ഈ കേസിൽ തീറ്റ എന്തായിരിക്കും? ഏരിയ വെക്ടർ അങ്ങോട്ടേക്ക്, ഇലക്ട്രിക് ഫീൽഡ് വെക്ടർ അങ്ങോട്ടേക്ക് തന്നെയാണ്, അങ്ങോട്ട് തന്നെ. അപ്പോൾ തീറ്റ 0 ആണ്. അപ്പോൾ ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ ഇലക്ട്രിക് ഫ്ലെക്സ് ആണ്. ഇലക്ട്രിക് ഫ്ലെക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം E ഇൻറ്റു എന്താണ് A ആണ്. ഇവിടെ നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഒന്ന് കണ്ടുപിടിച്ചാലോ? ഇലക്ട്രിക് ഫീൽഡ് E ഈസ് ഈക്വൽ ടു ഫ്ലെക്സിനെ കണ്ടുപിടിക്കും. നമുക്ക് ഇലക്ട്രിക് ഫീൽഡല്ലേ വേണ്ടത്. ഓക്കെ, ഇലക്ട്രിക് ഫീൽഡ് കണ്ടുപിടിക്കാം. E ഈസ് ഈക്വൽ ടു ഫൈ E ബൈ എന്താണ് A. ഇങ്ങോട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ എന്ത് കിട്ടും? ഫൈ E ബൈ A ഇസ് ഈക്വൽ ടു Q ബൈ A എപ്സിലോൺ 0. ഇനി ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡും ഞാൻ ഡെറിവേറ്റീവ് എടുക്കുകയാണ്. എന്താ ഡെറിവേറ്റീവ്? d/dt. ലെഫ്റ്റ് ഹാൻഡ് സൈഡും റൈറ്റ് ഹാൻഡ് സൈഡും ഞാൻ ഡെറിവേറ്റീവ് എടുക്കും. നമുക്കറിയാം ഇവിടെ നമുക്കൊരു കറണ്ടിനെ ഉണ്ടാക്കിയെടുക്കണം. കറണ്ട് എന്ന് വെച്ചാൽ ചാർജ് ബൈ ടൈം ആണ്. കറണ്ട് എന്ന് വെച്ചാൽ നമുക്കറിയാം dq ബൈ എന്താണ് dt ആണ്. ഓൾറെഡി ഇവിടെ ഒരു Q ഉണ്ട്. എന്താ ഈ Qൻ്റെ പ്രത്യേകത? ഈ Q ടൈമിനനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ അല്ലേ? അപ്പം നമ്മൾ രണ്ടിടത്ത് റേറ്റ് ഓഫ് ചേഞ്ച് എടുക്കുകയാണ്. നോക്കിക്കേ, അപ്പോൾ എന്ത് കിട്ടും? d ബൈ dt ഓഫ് ഫൈ E ബൈ A ഇസ് ഈക്വൽ ടു d ബൈ dt ഓഫ് Q ബൈ എന്താണ് A എപ്സിലോൺ 0. ഇപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. നമുക്ക് എനെ അങ്ങ് വെട്ടിക്കളയാം, അതല്ലേ? വേണമെങ്കിൽ ഇവിടെ നമുക്ക് എനെ എന്ത് ചെയ്യാം? വെട്ടിക്കളയാമായിരുന്നു. ഇനി ഈ എപ്സിലോൺ 0 ഇങ്ങോട്ട് ചാടിക്കുക. അപ്പോൾ എന്ത് കിട്ടും? ഇവിടെ ഇനി ആരാ ഉള്ളത് ബാക്കി? dq ബൈ dt ഈസ് ഈക്വൽ ടു എപ്സിലോൺ 0 d ഫൈ E ബൈ എന്താണ് dt. എന്താ dq ബൈ dt? കറണ്ടാണ്. പക്ഷേ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കറണ്ട് ആണോ അത്? അല്ല, ഇതൊരു പുതിയ കറണ്ടാണ്. ഈ കറണ്ടിന്റെ പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ എപ്പോൾ എങ്ങനെയാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഉണ്ടാകുന്നത്? ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡാണ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്? ഒരു ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇത് എവിടെയാണ് ഈ കറണ്ട് ഉണ്ടാകുന്നത്? വാക്കം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയം അല്ലെങ്കിൽ ഒരു ഇൻസുലേറ്റർ. ഒരു വാക്കം അല്ലെങ്കിൽ ഡൈഇലക്ട്രിക് മീഡിയത്തിൽ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന ഒരു പുതിയ കറണ്ടിനെ വിളിക്കുന്ന പേരാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. അപ്പോൾ നമുക്ക് ആ കറണ്ടിന്റെ പേര് എന്ത് വിളിക്കാം? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്താണ്? ID എന്ന് വിളിക്കാം. ദെൻ ID ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടും? എപ്സിലോൺ 0 d ഫൈ E ബൈ dt. നോക്കിക്കേ, ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ്. ഓക്കെ, ഇവിടെ ഫ്ലെക്സ് ആണെങ്കിലും ഫ്ലെക്സ് എങ്ങനെ മാറുന്നത്? ഇലക്ട്രിക് ഫീൽഡിലെ മാറ്റം. ഇലക്ട്രിക് ഫീൽഡ് മാറുമ്പോൾ അവിടെ എന്ത് മാറുന്നത്? ഫ്ലെക്സ് മാറുന്നത്. കാരണം ഇലക്ട്രിക് ഫീൽഡ് ഈസ് ഈക്വൽ ഫൈ ബൈ A. ഏരിയ മാറത്തില്ല, പിന്നെ ഫ്ലെക്സ് മാറാൻ കാരണം ഇലക്ട്രിക് ഫീൽഡിന് മാറ്റമാണ്. അപ്പോൾ നോക്കിയോ, ഒരു ടൈം വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് എന്തിനെ പ്രൊഡ്യൂസ് ചെയ്തു? ഒരു കറണ്ടിനെ പ്രൊഡ്യൂസ് ചെയ്തു. ഇത് ഉണ്ടാകുന്ന എവിടെയാണ്? ഡൈഇലക്ട്രിക് മീഡിയം ഓർ വാക്കം. ദിസ് കറണ്ട് ഈസ് നോൺ ആസ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. മനസ്സിലായോ? ഒരു ഡൈഇലക്ട്രിക് മീഡിയത്തിലോ ഒരു വാക്കത്തിലോ ഇലക്ട്രിക് ഫീൽഡിന്റെ വേരിയേഷൻ മൂലം ഉണ്ടാകുന്ന കറണ്ടിനെ വിളിക്കുന്ന പേരെന്താണ്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. മനസ്സിലായോ മക്കളെ എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന്? ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ആണ് മാക്സ്വെൽ പുതുതായി കണ്ടുപിടിച്ച കറണ്ട്. അപ്പോൾ മാക്സ്വെൽ എന്ത് ചെയ്യുന്ന അറിയാവോ? നമ്മുടെ ആംപീരിയൻ സർക്കിൾ തിയറത്തിനെ ഒന്ന് മോഡിഫൈ ചെയ്തു. അതായത് മോഡിഫൈഡ് ആംപീരിയൻ സർക്കിൾ തിയറം. ഇതിനറിയപ്പെടുന്നത് മാക്സ്വെൽ ആംപിയേഴ്സ് ഇക്വേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ് മാക്സ്വെൽ ആംപിയേഴ്സ് ഇക്വേഷൻ അല്ലെങ്കിൽ ആംപിയർ മാക്സ്വെൽ ഇക്വേഷൻ? ശ്രദ്ധിക്കുക, വളരെ സിമ്പിളാണ്.
ഒന്നുമില്ല, ആംബിയർ പറഞ്ഞ എന്താണ്? കണ്ടക്ഷൻ കറണ്ടിനെ കുറിച്ച് മാത്രമേ പറഞ്ഞത്. മാക്സ്വെൽ വന്നിട്ട് പറഞ്ഞു അവിടെ കണ്ടക്ഷൻ കറണ്ട് മാത്രമല്ല ഉള്ളത്. ദ ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു കണ്ടക്ഷൻ കറണ്ട് മാത്രമല്ല ഉള്ളത്, പിന്നെ അവിടെ എന്തുകൊണ്ട് പുതിയൊരു കറണ്ട് ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഇത് എവിടെയാണ് ഉണ്ടാകുന്നത്? വാക്കത്തിലാണ് ഉണ്ടാകുന്നത്. അപ്പോൾ ഈ മോഡിഫൈഡ് മാക്സ്വെൽ ആംബിയേഴ്സ് ഇക്വേഷൻ നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ എഴുതാം. ദ ലൈൻ ഇന്റഗ്രൽ ബി ഡോട്ട് ഡി എൽ ഇസ് ഈക്വൽ ടു μ0 ഇൻറ്റു ഐ സി പ്ലസ് μ0 ഇൻറ്റു ഐ ഡി. ഐ ഡി എന്താണെന്ന് നമുക്കറിയാം. എന്താണ് ഐ ഡി എന്ന് പറയുന്നത്? ഇ ഡി ഇത് കിടക്കുന്നു. എപ്സിലോൺ 0 ഡി ഫൈ ഇ ബൈ എന്താണ്? ഡി ടി. ഇതാണ് മാക്സ്വെല്ലിൻ്റെ ആംബിയറിൻ്റെ കോമ്പിനേഷൻ, അല്ലെങ്കിൽ രണ്ട് പേരുടെയും കൂടെ സമ്മിശ്രണം. അവിടെ ഒരു കാലത്ത് ഈ ആംബിയറിയൻ സർക്യുലർ തിയറം തെറ്റാണെന്ന് പോലും പറയേണ്ട സാഹചര്യം ഉണ്ടായി. അങ്ങനെ ആ ഒരു സാഹചര്യത്തിലാണ് മാക്സ്വെല്ലിൻ്റെ പുതിയൊരു കണ്ടുപിടുത്തം. എന്ത് കണ്ടുപിടുത്തം? ഡിസ്പ്ലേസ്മെന്റ് കറണ്ടിനെ കണ്ടുപിടുത്തം. ഈ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു കറണ്ട് അല്ല ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഞാൻ വേണമെങ്കിൽ ഒരു ഐഡിയ കാണിച്ചു തരാം. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് ഐഡിയ? നമുക്കറിയാം, ഫസ്റ്റ് ഇവിടെ എന്താണ്? ഈ പ്ലേറ്റിന് പോസിറ്റീവ് ചാർജ്, ഇവിടെ എന്താണ്? നെഗറ്റീവ് ചാർജാണ്. അടുത്ത ഇൻസ്റ്റന്റ് ഓഫ് ടൈമിൽ എന്താ സംഭവിക്കുന്നത്? ഇതങ്ങ് നെഗറ്റീവ് ആവും, ഇതെന്താവും? പോസിറ്റീവ് ആവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, ഈ നെഗറ്റീവ് ഇവിടുന്ന് ചാടി ഇങ്ങോട്ട് വന്നു. സത്യം പറഞ്ഞാൽ അവിടെ ചാടുന്നതല്ല, നമുക്കവിടെ ഓസിലേഷൻ മൂലമാണ് അവിടെ എന്തുണ്ടാകുന്നത്? നെഗറ്റീവും പോസിറ്റീവ് ഉണ്ടാകുന്നത്. പക്ഷെ നമ്മൾ നോക്കാൻ നേരത്തെ മനസ്സിലാവും, ഇവിടെ നിന്ന് ഒരു ചാർജ് ഇങ്ങോട്ടേക്ക് ചാടി വന്നു, നെഗറ്റീവ് ചാർജ് ഇങ്ങോട്ട് വന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് പോസിറ്റീവ് ചാർജ് എങ്ങോട്ട് ചാടി വന്നു? ഇങ്ങോട്ടേക്ക് ചാടി വന്നു. അങ്ങനെ ഈ നെഗറ്റീവ് പെട്ടെന്ന് തന്നെ ഇവിടെ ഉണ്ടായി. അതെന്താണ്? ഇങ്ങനെ മൂവ് ചെയ്തതാണോ? അല്ല, പെട്ടെന്നൊരു മാറ്റമാണ് അവിടെ ഉണ്ടായത്. ഒരു ഡിസ്പ്ലേസ് ചെയ്തു, അവിടുന്ന് ഇങ്ങോട്ടേക്ക് എന്ത് ചെയ്തു? ഡിസ്പ്ലേസ് ചെയ്തു. മനസ്സിലായോ? നമുക്കറിയാം അതുണ്ടാകുന്നത് ഇലക്ട്രോണിൻ്റെ ഓസിലേഷൻ മൂലമാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ചാട്ടം, ഇതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊന്നുമില്ല, ജസ്റ്റ് ഇതൊക്കെ വിട്ട് കളഞ്ഞേക്കുക. നമുക്ക് ഇത്ര മതി. എന്താണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്? ഡൈഇലക്ട്രിക് മീഡിയത്തിലോ വാക്കത്തിലോ ഒരു വേരിയിങ് ഇലക്ട്രിക് ഫീൽഡ് മൂലം ഉണ്ടാകുന്ന കറണ്ടാണ് ഡിസ്പ്ലേസ്മെന്റ് കറണ്ട്. ഈ കറണ്ടാണ് എന്തിന് കാരണക്കാരനും ആകുന്നത്? ഇലക്ട്രോ മാഗ്നറ്റിക് വേവിൻ്റെ ജനറേഷന് കാരണക്കാരനാകുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? സംഭവം വളരെ സിമ്പിൾ അല്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ എന്ത്? മാക്സ്വെൽ ആംബിയേഴ്സ് മോഡിഫൈഡ് ഇക്വേഷൻ, അല്ലെങ്കിൽ മാക്സ്വെൽ ആംബിയേഴ്സ് ഇക്വേഷൻ അറിയപ്പെടുന്നത്. ഒന്നുമില്ല മക്കളെ, കറണ്ട് പോകുന്നത് ഒരു കണ്ടക്ടറിനകത്തൂടെ ആണെങ്കിൽ ഐ ഡി 0 ആയിരിക്കും. കറണ്ട് പോകുന്നത് ഒരു കണ്ടക്ടറിനകത്താണെങ്കിൽ ഐ ഡി ഈക്വൽ ടു 0. ഇനി ഒരു വാക്കത്തിലാണ് ആംബിയർ സർക്കിൾ തിയറം അപ്ലൈ ചെയ്യുന്നതെങ്കിലോ അവിടെ ഐ സി ഈക്വൽ ടു എന്തായിരിക്കും? 0 ആയിരിക്കും. ക്ലിയർ ആണോ? ഓക്കെ അല്ലേ? ഇതാണ് നമ്മുടെ ഡിസ്പ്ലേസ്മെന്റ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്തൊരു ചാപ്റ്ററുമായിട്ട് ഉടനെ തന്നെ കാണാം. ബൈ.